വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു കേരളം. ഇനി ഭരണം ആർക്ക് എന്നുള്ളതാണ്. മുന്നണികളെല്ലാം ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തർക്കങ്ങളും രൂക്ഷമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. IIC ലക്ഷ്യ വോട്ട് വാർത്ത. Learn ACCA Integrated BCom only from Indian Institute of Commerce, Lakshya. Co-powered by Dulex Assurance. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with We will treat you well. Astor Men's Hospital, Calicut. കേരളത്തിൽ ഭരണമുറപ്പിക്കും മുൻപേ മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിനുള്ളിൽ തർക്കം മുറുകുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരടുവലി ശക്തമാക്കിയിരിക്കുകയാണ് നേതാക്കൾ. KC വേണുഗോപാൽ അനുയായികളെ മുൻനിർത്തി രഹസ്യ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ തടയാൻ VD സതീശനും സജീവമായി രംഗത്തുണ്ട്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ പോര് ശക്തമാകുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് നമ്മളോടൊപ്പം ചേരുന്നു. രാജീവ്, കോൺഗ്രസിന്റെ എക്കാലത്തെയും ശാപമാണ് തമ്മിലടി എന്നുള്ളത്. ഒരിക്കലും അവർക്ക് ഒരു കാര്യത്തിനും ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അത് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി മറ്റ് ഗ്രൂപ്പ് കളികളിലെല്ലാം കൂടി ഇപ്പോൾ അവസാനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എത്തി നിൽക്കുന്നു. എങ്ങനെയാണിപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടി നിലവിൽ സജീവമാകുന്നത്? എന്തെല്ലാം അണിയറ നീക്കങ്ങളാണ് ഇതിനു പിന്നിൽ നടക്കുന്നത്? രോഹിണി, നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ നടന്ന തർക്കങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ദിവസങ്ങളോളം വേണ്ടി വന്നു കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാൻ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുൻ KPCC അധ്യക്ഷനുമായ K. സുധാകരൻ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കളുടെ തമ്മിലടിയായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല VD സതീശനും രമേശ് ചെന്നിത്തലയും പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. MP മാർ മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. VD സതീശനെ അനുകൂലിക്കുന്നവരെ വെട്ടിനിരത്തിക്കൊണ്ട് KC വേണുഗോപാൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്ന കാര്യം കോൺഗ്രസ് ഇപ്പോൾ പൊതു ചർച്ചകൾക്ക് വിധേയമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഭരണം ലഭിക്കുമെന്ന് ഉറപ്പായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളല്ല, പൊട്ടിത്തെറികളാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹം മത്സരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് നിലവിലിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ വളരെ സജീവമായി പരിഗണിക്കുമ്പോഴാണ് നിലവിൽ KC വേണുഗോപാലിൻ്റെ പേര് കൂടി ചർച്ചയ്ക്ക് വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ, സൂചനകൾ അനുസരിച്ചാണെങ്കിൽ KC വേണുഗോപാൽ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു. ചില നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് KC വേണുഗോപാൽ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിൻ്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വെട്ടിയൊതുക്കിക്കൊണ്ട് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം, കേരളത്തിൽ KC വേണുഗോപാലാണ് കേരളത്തെ നയിക്കാൻ പറ്റിയ നേതാവ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. K. സുധാകരനാണ് കഴിഞ്ഞ ദിവസം ഇത് തുടങ്ങി വെച്ചത്. മാത്രമല്ല നേരത്തെ തന്നെ ചില നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. K. സുധാകരൻ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചതിനെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് എത്തി കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. അല്പസമയം മുമ്പ് KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. K. സുധാകരൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അതല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ പോലും K. സുധാകരൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് നേതാക്കളുടെ പ്രസ്താവനയും ആ രീതിയിലാണ് വരുന്നത്. അതേസമയം തന്നെ VD സതീശനെ അനുകൂലിക്കുന്നവർ കാണുന്നത്, അല്ലെങ്കിൽ അവർ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ മുതൽ തന്നെ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ സംഘടനാ ചുമതല നിർവഹിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. പക്ഷേ ഇനിയും ആ സംഘടനാ ചുമതലയിൽ തുടരുക എന്നത് KC വേണുഗോപാലിനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. കാരണം ആ സ്ഥാനത്തേക്കൊക്കെ ചരടുവലികൾ കൂടുതൽ തുടങ്ങിയിരിക്കുന്നു. KC വേണുഗോപാലിനെതിരെ ദേശീയ തലത്തിൽ അതൃപ്തി രൂക്ഷമാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പല നേതാക്കളും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിന് ഇനിയും കേന്ദ്ര നേതൃത്വത്തിൽ തുടരുക സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതുവരെ AICC നിയന്ത്രിച്ചിരുന്ന ഒരാൾ, രാഹുൽ ഗാന്ധി നിയന്ത്രിച്ചിരുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സ്ഥാനം നൽകും?
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ആദ്യഘട്ടം മുതൽ ചർച്ചകൾ നടന്നത്. ഏതായാലും നേരത്തെ എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം എത്തിയിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചതും KC വേണുഗോപാലാണ് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് ഭരണം കിട്ടും മുമ്പ് കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും KC വേണുഗോപാൽ തന്നെയാണ് എന്നാണ് VD സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതായത് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ, അതായത് VD സതീശൻ്റെ പേര് പരിഗണിക്കണോ രമേശ് ചെന്നിത്തലയുടെ പേര് പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് KC വേണുഗോപാൽ എത്തും. KC വേണുഗോപാലിൻ്റെ പേര് ബോധപൂർവം തന്നെ അവിടേക്ക് എത്തുകയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. അതായത് ബോധപൂർവം ഇത്തരമൊരു തർക്കത്തിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടുന്നു എന്നതാണ് നിലവിൽ ഉയരുന്ന പൊതുവികാരം. ഇതിനെതിരെ പരസ്യമായ പ്രതിഷേധങ്ങളൊക്കെ കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഭരണം ലഭിക്കുമെന്ന് ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള ഉറപ്പും കോൺഗ്രസിന് മുന്നില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഭരണം ലഭിക്കുകയാണെങ്കിൽ എത്രയും വേഗം മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തങ്ങളുടെ പേരുകൾ ഉറപ്പിച്ചു വെക്കുക, അത്തരമൊരു നീക്കമാണ് നിലവിലിപ്പോൾ KC വേണുഗോപാലായാലും അതുപോലെ തന്നെ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ കണക്ക് കൂട്ടുന്നത് താൻ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ 6 മാസത്തിനകം ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വീണ്ടും മുഖ്യമന്ത്രിയായി തന്നെ തുടരാൻ കഴിയും. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നേരത്തെ KC വേണുഗോപാൽ നടത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയതും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇത്തരമൊരു നീക്കത്തിന് തടയിടാനാണ് നിലവിലിപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി രാജീവ്, അങ്ങനെ വോട്ടെണ്ണും മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. രാജീവാണ് വിവരങ്ങൾ നൽകിയത്.